നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം. ശ്രീമദ്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 7-ാമത്തെ അധ്യായം 43-ാമത്തെ ശ്ലോകം 19-ാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ പറയണു. ഓം. ഉവാച ച അസഹന്യസ്യ ബന്ധനാനയനം സതി മുച്യതാമേഷ ബ്രാഹ്മണോ നിതരാം ഗുരു. പാഞ്ചാലി തൻ്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ടുള്ള ഈ തല താഴ്ത്തി നിൽക്കുന്ന അശ്വത്ഥാമാവിനെ ലജ്ജ കൊണ്ട് തലകുനിച്ച്, കുറ്റബോധം കൊണ്ട് തലകുനിച്ച് നിൽക്കണ, അതിന് കാരണക്കാരനായത് തൻ്റെ ഭർത്താവ്, അതും ആ ദ്രോണൻ്റെ പുത്രൻ, ദ്രോണരുടെ ശിഷ്യനാണ് തൻ്റെ ഭർത്താവ്. അപ്പോൾ കുറച്ചൊരു വിഷമം തോന്നി. സ്വന്തം ഗുരുവിൻ്റെ പുത്രനെ ഇങ്ങനെ നാണിപ്പിക്കുക അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുക, മറ്റെന്തൊക്കെയോ ആണല്ലോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് വയ്യ, പാടില്ല. ധർമ്മബോധം ഉദിച്ചു. പറയാണ്, ഉവാച ച, പാഞ്ചാലി പറഞ്ഞു. എന്താ പറഞ്ഞത്? അസ്യ, ഈ അശ്വത്ഥാമാവിൻ്റെ ബന്ധന ആനയനം, ബന്ധനത്തോടു കൂടിയ കൊണ്ടുവരല്. ബന്ധനം, ആനയനം, ആനയിക്കുക, ബന്ധിച്ച് കെട്ടിയിട്ട് കൊണ്ടുവരാണല്ലോ ഉണ്ടായത്. കെട്ടിക്കൊണ്ടുവന്നവർക്കല്ലേ അത് ബന്ധന അനയനം. ഇങ്ങനെ വന്നത് ശരിയായില്ല. അതുകൊണ്ട് അസഹന്തി സതി, അത് സഹിക്കാൻ പറ്റുന്നില്ല. അത്രയും വലിയ പ്രശ്നം. അസഹന്തി, സഹിക്കാൻ വയ്യ. സതിയാണ്, സന്മനസ്ഥിതി സതി, അതാണ്. അങ്ങനെയുള്ള ആ പാഞ്ചാലി ബ്രാഹ്മണനായിട്ടുള്ള നിതരാം ഗുരു. മാത്രമല്ല അത് ഗുരുവിൻ്റെ ഒരു സ്ഥാനത്താണ്. ഇപ്പോൾ ദ്രോണരില്ല, പക്ഷേ ദ്രോണരുടെ മകൻ ഗുരു തന്നെയാണ്. ഗുരുവിൻ്റെ പുത്രനും ഗുരു തന്നെയാണ്. അപ്പം അതുകൊണ്ട് ആ ഗുരുവായിട്ടുള്ള, ഇപ്പോഴും ഗുരുവാണ്, അപ്പം അതിനേക്കാൾ കൂടുതൽ ഗുരുത്വമുണ്ട്. ഈ ബ്രാഹ്മണനാണ്, ഗുരുവാണ്. പിന്നെയോ ഏഷഹ മുച്യതാം, അങ്ങനെയുള്ള ഈ അശ്വത്ഥാമാവിനെ വിടൂ, മോചിപ്പിക്കൂ, മുച്യതാം. ഇങ്ങനെ പാഞ്ചാലി കൃഷ്ണനും കൂടി കേട്ടിരിക്കുന്നുണ്ട് ആ സമയത്ത്. എന്നിട്ടാണ് അർജുനനോട് ഇങ്ങനെ പറഞ്ഞത്. ഉവാച ച അസഹന്തി അസ്യ. ഉവാച ച, പറഞ്ഞു. ഉവാച, പറഞ്ഞു, പറയുകയും ചെയ്തു എന്നാണ്. അസഹന്തി, സഹിക്കാൻ പറ്റിയില്ല. അസ്യ, ഈ അശ്വത്ഥാമാവിൻ്റെ ബന്ധനം, ആ അശ്വത്ഥാമാവിനെ ഇങ്ങനെ ബന്ധിപ്പിച്ചത്, കെട്ടിയിട്ടത് ശരിയായില്ല. ആനയനം, കെട്ടിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പം അത് ശരിയായില്ല. സതിയാണ് പാഞ്ചാലി. അപ്പം അതുകൊണ്ട് സതിയായിട്ടുള്ള പാഞ്ചാലിക്ക് ഈ അശ്വത്ഥാമാവിനെ കെട്ടിയത് ഒട്ടും ഇഷ്ടമായില്ല, അത് സമ്മതമായില്ല. മുച്യതാം, മോചിപ്പിക്കൂ. ഏഷ, മാത്രമല്ല ഇദ്ദേഹം, ഈ അശ്വത്ഥാമാവ് ബ്രാഹ്മണനാണ്. നിതരാം ഗുരു. ഇനി അതും പോരാ, അതിനേക്കാൾ ലേശം കൂടിയും അത് ഗുരു തന്നെയാണ്. കാരണം ഗുരുപുത്രൻ ഗുരുവാണ്. ആ നിലയ്ക്ക് ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഉവാച ച അസഹന്യസ്യ. ഉവാച ച അസഹന്തി അസ്യ ബന്ധന ആനയനം സതി മുച്യതാം ഏഷ ബ്രാഹ്മണഃ നിതരാം ഗുരുഃ. ഉവാച ച അസ്യ ബന്ധന ആനയനം അസഹന്തി സതി ബ്രാഹ്മണഃ നിതരാം ഗുരുഃ ഏഷഃ മുച്യതാം. ഇങ്ങനെ പാഞ്ചാലി അതിനെ പറയുകയും ചെയ്തു. ഉവാച ച അസഹന്യസ്യ ബന്ധനാനയനം സതി മുച്യതാമേഷ ബ്രാഹ്മണോ നിതരാം ഗുരു. 44-ാമത്തെ ശ്ലോകം. സരഹസ്യോ ധനുർവേദ സവിസർഗോപസംയമ അസ്ത്രഗ്രാമശ്ച ഭവതാ ശിക്ഷിതോ യദനുഗ്രഹാത്. സരഹസ്യ, രഹസ്യത്തോടു കൂടിയത്. ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അതിൻ്റെ ഗൂഢം, മർമ്മം, ലക്ഷ്യം, രഹസ്യം പലതും പറയണം. സ വിസർഗോപസംയമ, പ്രയോഗം, ഉപസംഹാരം തുടങ്ങിയ. സ വിസർഗ, വിടൽ. അതേപോലെ ഉപസംയമ, ഉപസംഹരിക്കൽ, അതിനെ പിൻവലിക്കൽ. ഇത് രണ്ടും ബ്രഹ്മാസ്ത്രം അങ്ങനെ ചെയ്തുല്ലോ. അത് അർജുനന് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തതായിട്ടുള്ള, അതാരാ പറഞ്ഞു തന്നത്? ഈ ഗുരുവാണ്, അല്ലെങ്കിൽ ഈ അശ്വത്ഥാമാവിൻ്റെ അച്ഛനാണ്. അപ്പോൾ സ വിസർഗ ഉപസംയമ, ഒരു ആയുധത്തിനെ പ്രയോഗിക്കാനും അതിനെ പിൻവലിക്കാനുമുള്ള വിദ്യയെ പറഞ്ഞു തന്ന ധനുർവേദം, അതൊരു വേദശാഖയാണ്, വേദാംഗങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ ഈ
വേദത്തെ ഇപ്രകാരത്തിൽ ഒരു വേദത്തെ ഇങ്ങനെ പറഞ്ഞു തന്നു. അത് ധനുർവേദം എന്നുള്ളത് ക്ഷത്രിയർക്ക് വളരെ നിർബന്ധമാണ്. അപ്പം അത് വേണ്ട രീതിയിലാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ബ്രാഹ്മണനായിട്ടുള്ള ഗുരുവിൻ്റെ പുത്രൻ, അതുകൊണ്ട് അത് പാടില്ല. ധനുർവേദ അസ്ത്രഗ്രാമ, ഈ എത്രയോ കൂടുതൽ അസ്ത്രങ്ങളുടെ അതൊക്കെ മന്ത്രങ്ങളാണ്. അസ്ത്രം ഒരു അമ്പുണ്ടാക്കിയിട്ട് കൊടുക്കുന്ന പോലെയാണ് ഓരോ മന്ത്രവും. ഇത് ആഗ്നേയാസ്ത്രമാണ്, ഇത് പർജന്യാസ്ത്രമാണ്, ഇങ്ങനെ ഓരോന്നും മന്ത്രം പറഞ്ഞു കൊടുക്കണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏത് മന്ത്രമാണോ ചൊല്ലുന്നത്, ഏത് അസ്ത്രമാണോ പ്രയോഗിക്കുന്നത്, അത് തന്നെയായിട്ട് അത് ഫലിക്കും. മഴ പെയ്യാച്ചാൽ മഴ പെയ്യും, തീ കത്തുവച്ചാൽ തീ കത്തും. അപ്പോൾ അങ്ങനെയുള്ള അസ്ത്രഗ്രാമങ്ങൾ കുറേ കൊടുത്തതാണ് ഈ ഗുരു. അതുകൊണ്ട് അസ്ത്രഗ്രാമ ഭവത, അങ്ങയാൽ ഏത് അനുഗ്രഹാത്, ആരുടെ അനുഗ്രഹ നിമിത്തം ശിക്ഷിത, ശിക്ഷിക്കപ്പെട്ടു, പഠിപ്പിക്കപ്പെട്ടു, ആ ഗുരുവിൻ്റെ സുതനാണ് ഈ അശ്വത്ഥാമാവ്. അതുകൊണ്ട് മുച്ചതാം, ഈ ഗുരുവിനെ വിട്ടയക്കൂ. ഈ ഗുരു തുല്യനായിട്ടുള്ള ഈ അശ്വത്ഥാമാവിനെ, ബ്രാഹ്മണനെ വിട്ടയക്കൂ. സതീർത്ഥ്യനല്ലേ. സരഹസ്യോ ധനുർവേദ സവിസർഗോപസംയമ അസ്ത്രഗ്രാമശ്ച ഭവത ശിക്ഷിതോ യത് അനുഗ്രഹാത്. സരഹസ്യ സ വിസർഗ ഉപസംയമ ധനുർവേദ അസ്ത്രഗ്രാമ ഭവത യത് അനുഗ്രഹാത് ശിക്ഷിത. അപ്പം അതുകൊണ്ട് ഈ സരഹസ്യത്തോടു കൂടിയിട്ട്, എന്നുവെച്ചാൽ രഹസ്യത്തോടു കൂടിയിട്ട്, സ രഹസ്യ, അപ്പോൾ രഹസ്യത്തോടു കൂടിയിട്ട് സഹ എന്നുള്ള അർത്ഥത്തിലാണ്. സഹാച്ച കൂടെ, സരഹസ്യ അത് കൂടെ, രഹസ്യത്തോടു കൂടെ എന്നാണ്. ധനുർവേദ വേദത്തിൻ്റെ മറ്റൊരു അംഗമാണ് ഈ ധനുർവേദം അർത്ഥശാസ്ത്രം, അതൊക്കെ ഈ വേദത്തിൻ്റെ അംഗങ്ങളാണ്. 4 തരത്തിൽ എന്തായാലും പറയും. അങ്ങനെയുള്ള ഈ ധനുർവേദം വിസർഗ ഉപസംയമ ക്ഷത്രിയർക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ വലിയ വലിയ അസ്ത്രങ്ങൾ, അതായത് അമോഘാസ്ത്രങ്ങൾ പലതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ അമോഘാസ്ത്രങ്ങൾ പലതും ഉപയോഗിക്കാനും അറിയണം, അത് പിൻവലിക്കാനും അറിയണം. അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്. അത് മുഴുവൻ വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുത്തു. വിസർഗ ഉപസംയമ. ഇനി അതേപോലെ തന്നെ അതിൻ്റെ ഇത് ശ്ലോകമായിട്ടോ മന്ത്രമൊക്കെ ആയിട്ടോ, അപ്പോൾ അതിന് ചില പ്രയോഗങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുത്ത അസ്ത്രഗ്രാമച്ച, അസ്ത്രഗ്രാമങ്ങൾ അനവധി അമോഘാസ്ത്രങ്ങൾ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ദിവ്യാസ്ത്രങ്ങൾ കുറേ കൊടുത്തിട്ടുണ്ട്. അത് അടക്കം അങ്ങയ്ക്ക് ഭവതാ ശിക്ഷിത, അങ്ങയാൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്നുവെച്ചാൽ അങ്ങ് അർജുന ഭർത്താവിനോട് പറയാണ്, അങ്ങയാൽ ഇത് പഠിക്കപ്പെട്ടു, ശിക്ഷിത. അപ്പം അങ്ങയെ കൊണ്ട് പഠിപ്പിച്ചു. ആര്? യത് അനുഗ്രഹാത്, ആരുടെ അനുഗ്രഹം കൊണ്ട്? അത് ദ്രോണരുടെ അനുഗ്രഹം കൊണ്ട്. യത് അനുഗ്രഹാത്, യാതൊന്നാണോ അത് ആരുടെ അനുഗ്രഹം കൊണ്ട് എന്നർത്ഥത്തിലാണ്. അനുഗ്രഹം ആരുടെയാ? ദ്രോണരുടെ അനുഗ്രഹം കൊണ്ട്. സരഹസ്യോ ധനുർവേദ വിസർഗോപസംയമ അസ്ത്രഗ്രാമശ്ച ഭവത ശിക്ഷിതോ യദനുഗ്രഹാത്. ഇനി 45-ാമത്തെ ശ്ലോകം. സയേഷ ഭഗവാൻ ദ്രോണ പ്രജാരൂപേണ വർത്തതേ തസ്യാത്മനോർത്ഥം പത്ന്യാസ്തേ നാന്വഗാത് വീരസൂകൃപീ. സ ഏഷ ഭഗവാൻ ദ്രോണ പ്രജാരൂപേണ വർത്തതേ. അപ്പം ആ ദ്രോണം തന്നെയാണ് ഇവിടെ പുത്രഭാവത്തിൽ നിൽക്കുന്നത്. തസ്യ ആത്മനഃ അർത്ഥം പത്ന്യാഹ തേ ന അന്വഗാത് വീരസൂകൃപീ. അപ്പോൾ ആ കൃപിയുടെ പുത്രനുമാണ്. അതും വളരെ പ്രധാനമാണ്. അപ്പം അതിനെക്കുറിച്ച് പറയാം. ഭഗവാൻ ജ്ഞാനപൂർണനായിട്ടുള്ള ആ ഭഗവാൻ ഗുരു സ്വതേ ഈശ്വരനാണ്. അതുകൊണ്ട് ഭഗവാൻ ദ്രോണ, ഭഗവാൻ സഹാദ്രോണ. ഏത് സഹാച്ചാൽ ആ ആള്. ഏതാള്? ഈ അസ്ത്രഗ്രാമത്തെ കൊടുത്തയാള്. വിസർഗോ ഉപസംയമ ധനുർവേദ, പഠിപ്പിച്ചയാള്, ശിക്ഷിത. അങ്ങനെയുള്ള ആ ഭഗവാനായിട്ടുള്ള ഗുരുവായിട്ടുള്ള ഭഗവാൻ ദ്രോണ, ആ ദ്രോണൻ പ്രജാരൂപേണ, ആത്മാവൈ പുത്ര എന്ന നിയമത്തിനനുസരിച്ച് ഈ ദ്രോണരുടെ പുത്രനായിട്ട് വന്ന അശ്വത്ഥാമാവ് ദ്രോണർ തന്നെയാണ്, തുല്യനാണ്. ഏഷ, ഈ അശ്വത്ഥാമാവിനായിട്ട് വർത്തതേ, ഇത് അശ്വത്ഥാമാവായിട്ട് ഇവിടെ നിൽക്കണു. ഗുരു തന്നെയാട്ടോ നിൽക്കുന്നത്. തസ്യ, ആ അശ്വത്ഥാമാവിൻ്റെ ആത്മനഃ, ഈ ദേഹത്തിൻ്റെ അർത്ഥം, പകുതിയായിരിക്കുന്ന പത്നി, ആ ദ്രോണരുടെ പത്നി, അപ്പോൾ അമ്മയാണ്. ദ്രോണരുടെ പത്നി കൃപി ഈ അശ്വത്ഥാമാവിൻ്റെ അമ്മയാണ്. ആ പത്നി ആസ്തേ, ഇതിലിരിക്കുന്നു.
അച്ഛനും അമ്മയും ആകുമ്പോൾ പകുതിയും പകുതിയായിട്ടാണ് പുത്രൻ ഉണ്ടാവുക എന്നാണ് പറയുക. ആ അർത്ഥത്തിലാണ് ദ്രോണരും ഈ ഉണ്ണിയിലുണ്ട്, അതേപോലെ കൃപിയും ഈ ഉണ്ണിയിലുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും സാന്നിധ്യം അവിടെ പാഞ്ചാലി കണ്ടു. ആ ദ്രോണരുടെ പത്നി ആസ്തേ ഈ ഉണ്ണിയിൽ ഇരിക്കുന്നു, അതിൻ്റെ പകുതി ഇതിലിരിക്കുന്നു. പിന്നെയോ വീരസു വീരനായിട്ട് പുത്രനോട് കൂടിയ കൃപി ഈ കൃപി ന അന്വഗാത് ഇവിടെ ഒപ്പം വന്നിട്ടില്ല, അനുഗമിച്ചിട്ടില്ല. കൃപി അവിടെ വീട്ടിലിരിക്കുക, ഇല്ലത്തിരിക്കുകയാണ്. അമ്മ ഈ അശ്വത്ഥാമാവിൻ്റെ അമ്മ അവിടെ ഇല്ലത്തിരിക്കുകയാണ്. അശ്വത്ഥാമാവിനെ കണ്ടിട്ടില്ലെങ്കിൽ അശ്വത്ഥാമാവ് മാത്രമേ ഇപ്പോൾ ഈ കൃപിക്ക് ആശ്രയമായിട്ടുള്ളൂ. ദ്രോണര് മരിച്ചിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഇനി ആകെയുള്ള ഒരേ ഒരു ആശ്രയം ഈ അശ്വത്ഥമാവ. ആ അശ്വത്ഥമാവിനെ അങ്ങ് ശിക്ഷിച്ചു കഴിഞ്ഞാൽ, വധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആരാ ഒരു തുണയുള്ളത്? അതുകൊണ്ട് അത് ചെയ്യരുത്. മുച്ചതാം ഏഷ ബ്രാഹ്മണോ നിതരാം ഗുരു. സ ഏഷ ഭഗവാൻ ദ്രോണ അതേ ഭഗവാനായിട്ടുള്ള ഗുരുവായിട്ടുള്ള ബ്രാഹ്മണനായിട്ടുള്ള ദ്രോണൻ ഇതാ ഇപ്പോൾ പ്രജാരൂപേണ വർത്തതേ ഇവിടെ മകൻ എന്ന നിലയ്ക്ക് നിൽക്കണു. ഇവിടെ നമ്മുടെ മുമ്പിൽ, അങ്ങയുടെ മുമ്പിൽ ഈ ദ്രോണർ നിൽക്കുന്നത് പോലെ തന്നെയാണ് ഈ അശ്വത്ഥാമാവ് നിൽക്കുന്നതും. മാത്രമല്ല തസ്യ ആത്മനഃ അർത്ഥം. അപ്പോൾ അതേപോലെ തന്നെ ഈ അശ്വത്ഥാമാവിൻ്റെ പകുതി ഭാഗം അത് ദ്രോണരുടെയാണ്, പകുതി ഭാഗം ആരെയാണ്? പത്നിയാഹത്തെ ആ ദ്രോണരുടെ പത്നിയായിട്ടുള്ള അന്വകാത് ഇങ്ങോട്ട് വരാത്തതായിട്ടുള്ള വീരസു ഏറ്റവും വീര്യം പ്രകടിപ്പിച്ചതായിട്ടുള്ള ആ വീര്യത്തിൽ നിന്നും ഉണ്ടായതായിട്ടുള്ള പുത്രൻ വീര്യസു വീര്യത്തിൽ നിന്നും ഉണ്ടായതായിട്ടുള്ള പുത്രൻ ആണ് ആര്? ഈ അശ്വത്ഥാമാവ്. അതുകൊണ്ട് ആ കൃപിയും ഇതേപോലെ അങ്ങയാൽ ബഹുമാനിക്കപ്പെടേണ്ടതാണ്. അങ്ങയുടെ മാതാവ് എന്ന നിലയ്ക്ക് കണക്കാക്കണം. അച്ഛനാണ്, ഗുരുവാണ്, അമ്മയാണ്, ഗുരുവാണ്. ആ നിലയ്ക്ക് ഈ അശ്വത്ഥാമാവിനെ കണക്കാക്കണം. അതുകൊണ്ട് മുച്ചിതാം ഏഷ സ ഏഷ ഭഗവാൻ ദ്രോണ പ്രജാരൂപേണ വർത്തതേ തസ്യ ആത്മനോർത്ഥം പത്ന്യാസ്തേ നാന്വഗാത് വീരസു കൃപി. തൻ്റെ പുത്രന്മാരെ വധിച്ചതായിട്ടുള്ള അശ്വത്ഥാമാവിനെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. അതേപോലെ തൻ്റെ പുത്രന്മാരെ വധിച്ചതായിട്ടുള്ള അശ്വത്ഥാമാവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാം എന്ന്, അല്ലെങ്കിൽ തല അറുത്ത് കൊണ്ടുവരാം എന്ന് പറഞ്ഞു പോയ തൻ്റെ ഭർത്താവ് വീരനാണ്. ആ വീരൻ്റെ ഈ പ്രവൃത്തിയെ അനുമോദിക്കുകയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കാൻ പാടില്ല എന്നും, ഗുരുനിന്ദ പാടില്ല, ബ്രാഹ്മണ നിന്ദ പാടില്ല, സതീർത്ഥ നിന്ദ പാടില്ല, അങ്ങനെ പലതുണ്ട്. അതൊരു മിത്രനിന്ദ, അത് ബ്രഹ്മഹത്യ പാപ. അപ്പം അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമത്തെ ഇവിടെ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ പാഞ്ചാലി ചെയ്യണു എന്നതും നമുക്ക് പാഠമാണ്. അപ്പോൾ മുച്ചതാം ഏഷ ഈ അശ്വത്ഥാമാവിനെ വിടൂ. സ ഏഷ ഭഗവാൻ ദ്രോണ. ഇനി അതേപോലെ തന്നെ ഈ അച്ഛൻ്റെയും അമ്മയുടെയും പുത്രനായിട്ട് നിൽക്കുന്നു. അത് അച്ഛനും അമ്മയും തന്നെയാണ്. അങ്ങനെ കാണണം. അപ്പോൾ നമ്മുടെ ഒരാൾ ശത്രുവായിട്ട് വരികയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പാരമ്പര്യം എന്താ? ഒന്ന് ചിന്തിക്കണം. പൂർവം എന്തൊക്കെ ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ ചിന്തിക്കണം. താൽക്കാലികമായിട്ടുള്ളൊരു മനസ്സിൻ്റെ ക്ഷോഭം കൊണ്ട് സംഭവിച്ചതാവാം, ക്ഷമിക്കണം. എന്തെല്ലാം കാര്യങ്ങളായി പാഞ്ചാലിയുടെ വാക്കുകളിൽ നിന്ന് കാളിയാണത്. അങ്ങനെ വരുള്ളൂ, നല്ലതേ വരൂ. അപ്പം അങ്ങനെയുള്ള വാക്കുകളെ ഒക്കെ ഇതിൽ ഒളിഞ്ഞിരിക്കുക. അതാണ് ഗൂഢവും മർമ്മവും ഒക്കെ പറയണമെന്ന് പറയാനുള്ള കാരണം. സ ഏഷ ഭഗവാൻ ദ്രോണ പ്രജാരൂപേണ വർത്തതേ തസ്യ ആത്മനോർത്ഥം പത്ന്യാസ്തേ നാന്വഗാത് വീരസു കൃപി. ഇനി 46-ാമത്തെ ശ്ലോകം. തദ്ധർമ്മജ്ഞ മഹാഭാഗ ഭവദ്ഭിർഗൗരവം കുലം വൃജിനം നാർഹതി പ്രാപ്തും പൂജ്യം വന്ദ്യമഭീക്ഷ്ണശാം. തത് ഈ കാരണം കൊണ്ട്, അതുകൊണ്ട് ധർമ്മജ്ഞ ധർമ്മത്തെ അറിയുന്നതായിട്ടുള്ള മഹാത്മാവായിട്ടുള്ള എൻ്റെ ഭർത്താവായിട്ടുള്ള അർജുന, പാണ്ഡവരിൽ മുഖ്യനായിട്ടുള്ള പാശുപതം ഉണ്ട് കയ്യിലേ, ഗാണ്ഡീവം ഉണ്ട് കയ്യിൽ, കൃഷ്ണൻ്റെ സഖാവാണ്, അങ്ങനെ പലതുമുണ്ട്. അർജുന നരനാരായണന്മാരിലൊരാളാ. ധർമ്മജ്ഞനായിട്ടുള്ള അങ്ങ് മഹാഭാഗ, എല്ലാ അർത്ഥത്തിലും ഭാഗ്യമുള്ള ഒരാളാണ്. അങ്ങനെയുള്ള മഹാത്മാവെ ഗൗരവം, ഈ ഗുരുവിനെ സംബന്ധിച്ചായിട്ടുള്ള ഗൗരവം, ഗുരുത്വത്തെ മനസ്സിലാക്കിയതായിട്ടുള്ള, മാത്രമല്ല ഈ ഒരു പ്രവൃത്തിയുടെ ഘനം എന്തോ അത് മനസ്സിലാക്കിയതായിട്ട്, അങ്ങ് എല്ലാം മനസ്സിലാക്കിയ ഒരു ജ്ഞാനിയാണ്. അങ്ങേക്ക് നല്ല വിവേചനം ചെയ്യാനുള്ള അധികാരം, കഴിവ്, നല്ല ജ്ഞാനം, വിദ്യ എല്ലാം ഉണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങ് കുലം ഭവദ്ഭി, അങ്ങയുടെ ഈ കുലം
ഈ ഭവദ്ഭി അങ്ങയാൽ ഹേതുവായിട്ട് അങ്ങ് കാരണം കൊണ്ട് ഭവദ്ഭി വൃജിനം ദുഃഖത്തെ വൃജിനം ദുഃഖം എന്നുള്ളത് വൃജിനം ഈ ദുഃഖം പ്രാപിക്കാനായിക്കൊണ്ട് ന അർഹതി. ഭർത്താവെ അർജുനനോട് പാഞ്ചാലി പറയാണ്, അങ്ങ് ഈ ഒരു ധർമ്മത്തെ അറിയുന്നത് കൊണ്ട് ഈ അശ്വത്ഥാമാവിനെ വധിക്കരുത്. വധിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ കുലം ദുഃഖത്തിലാവും. എന്താ കാരണം? ബ്രാഹ്മണവധം, ഗുരുവിൻ്റെ വധം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് വൃജനം പ്രാപ്തും ന അർഹതി. കാരണം അഭീക്ഷ്ണശ എല്ലാ സമയത്തും പൂജ്യം പൂജിക്കപ്പെടേണ്ടതായിട്ടുള്ള വന്ധ്യം, എപ്പോഴും വന്ദിക്കപ്പെടേണ്ട ഒരു ഭാവമാണ് ഗുരുവിന്, അതേപോലെ ഗുരുപത്നിക്ക്, ഗുരുവിൻ്റെ പുത്രന്. മാത്രമല്ല ഇവര് ബ്രാഹ്മണരാണ്, മിത്രമാണ്, സതീർത്ഥ്യനാണ്. അതുകൊണ്ട് അങ്ങ് പാപിയാവരുത്. അങ്ങയുടെ കുലത്തെ നശിപ്പിക്കും. ഈ പാപം മാത്രം മതി, വേറെ ആരും ശപിക്കൊന്നും വേണ്ട. ബ്രഹ്മഹത്യാ പാപമാണ് വരിക. ഒരാൾക്ക് ബ്രഹ്മഹത്യാ പാപം എന്ന് പറഞ്ഞാൽ കുലത്തിന് മുഴുവൻ വരും. അപ്പോൾ പാഞ്ചാലിയുടെ ഈ വാക്ക് അനർത്ഥമാണ് എന്ന് സാരം. നല്ലോണം ഇത് അറിയുന്നയാളാണ് അർജുനൻ. എന്നിട്ടും ഇങ്ങനെ ചെയ്തുവോ എന്നാണ്. ചെയ്തിട്ടില്ല. അർജുനൻ കൃഷ്ണൻ പറഞ്ഞിട്ടും ചെയ്തില്ല. അതാണ് അത് നമ്മളവിടെ വിസ്തരിച്ചു. തദ്ധർമ്മജ്ഞ മഹാഭാഗ, ആ ധർമ്മത്തെ മുഴുവൻ അറിയുന്നതായിട്ടുള്ള ഈ എൻ്റെ ഭർത്താവേ, മാത്രമല്ല എല്ലാ അർത്ഥത്തിലും യോഗ്യതയുണ്ട്, അങ്ങനെയുള്ള ആ മഹാഭാഗ, എല്ലാ ഭാഗ്യവും തികഞ്ഞതായിട്ടുള്ള അർജുന, ഭവദ്ഭിഹി ഗൗരവം കുലം, ഭവദ്ഭിഹി അങ്ങയാൽ ഈ ഗുരുത്വത്തെ നല്ലവണ്ണം മനസ്സിലാക്കണം. കുലം പാരമ്പര്യത്തെ മനസ്സിലാക്കണം. അർജുനന്റെ പാരമ്പര്യമുണ്ട്, ഈ അശ്വത്ഥാമാവിന്റെ പാരമ്പര്യമുണ്ട്. രണ്ടും മനസ്സിലാക്കണം. വൃജിനം ന അർഹതി, അതുകൊണ്ട് അങ്ങയ്ക്ക് ദുഃഖം വരാൻ പാടില്ല. ഇത് എന്നത്തേക്കുള്ള ശാപമായിട്ടാണ് വരിക. അത് ശാപം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദുഃഖം വരും. അപ്പം അതുകൊണ്ട് എന്നത്തേക്കുള്ള ഈ ശാപം അങ്ങയ്ക്ക് വരാൻ പാടില്ല. വൃജിനം ന അർഹതി പ്രാപ്തും, അങ്ങനെ പ്രാപിക്കരുത്. ഈ അശ്വത്ഥാമാവിനെ വരിച്ചു കഴിഞ്ഞാൽ അങ്ങയ്ക്ക് ദുഃഖം വരും. ആ ദുഃഖം വരരുത്. കാരണം ഈ അശ്വത്ഥാമാവ് പൂജ്യം വന്ധ്യം, എപ്പോഴും അഭീക്ഷ്ണശ. അപ്പോൾ സദാസമയത്തും ഈ പൂജിക്കപ്പെടേണ്ടതായിട്ടുള്ള ബ്രാഹ്മണനായാലും ഗുരു ആയാലും ഗുരുവിൻ്റെ പത്നിയായാലും ഗുരുവിൻ്റെ പുത്രനായാലും ഒരേപോലെ സദാസമയത്തും അങ്ങ് വന്ദിക്കേണ്ട ആളാണ്. അതേപോലെ തന്നെ പൂജിക്കേണ്ടയാളാണ്. ആ പൂജിക്കേണ്ടയാളെ, വന്ദിക്കേണ്ടയാളെ ഇങ്ങനെ കെട്ടിയിടുക, വധിക്കുക, നിന്ദിക്കുക, ഇതൊന്നും പാടില്ല. അങ്ങയ്ക്ക് പാപം വരും. അങ്ങയ്ക്ക് പാപം വന്നാൽ കുലം നശിക്കും. പാരമ്പര്യം രണ്ടും അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് പറയണത്. അപ്പോൾ ഭർത്താവിൻ്റെ വീര്യത്തെ അറിയാം, യോഗ്യതയെ അറിയാം. അതേപോലെ തന്നെ ഇതിനെയും ഇതിൻ്റെ ഗുരുത്വത്തെയും നല്ലോണം അറിയുന്ന പാഞ്ചാലി ഇങ്ങനെ സാത്വികമായിട്ട് ഉപദേശിച്ചു. മുച്ചതാമേഷ, അശ്വത്ഥാമാവിനെ വിടൂ. തദ്ധർമ്മജ്ഞ മഹാഭാഗ ഭവദ്ഭിർഗൗരവം കുലം വൃജിനം നാർഹതി പ്രാപ്തും പൂജ്യം വന്ധ്യമഭീക്ഷ്ണശാം. ഇപ്പോൾ ഇനി ഇത് സമർത്ഥിക്കുകയാണ്. എങ്ങനെയാണ് സമർത്ഥിക്കുന്നത്? 47-ാമത്തെ ശ്ലോകത്തിൽ മാരോദീദസ്യ ജനനീ ഗൗതമീ പതിദേവത യഥാഹം മൃതവത്സാർത്ത രോദിമ്യശ്രുമുഖീ മുഹു. അതാണ്. അപ്പോൾ പതി ദേവത ആയിരിക്കുന്ന എൻ്റെ പതിയാണ് അങ്ങ്, എനിക്ക് അങ്ങ് ദേവതയാണ്. ഈ പതി ദേവത, പതി ഭർത്താവ് ഈശ്വരനായിട്ട് കാണുന്നവരൊക്കെ പാതിവ്രത്യമുള്ളവരാണ്. അപ്പോൾ പാതിവ്രത്യ ഭാവത്തിലുള്ള ഈ ഗൗതമി ആകുന്ന കൃപി, അശ്വത്ഥാമാവിൻ്റെ അമ്മ ഗൗതമി, ഗൗതമൻ്റെ കുലത്തിൽ ജനിച്ചതായിട്ടുള്ള ആ സ്ത്രീക്ക് ഗൗതമി എന്ന് പറയും. ആ കുലത്തിലാണ് ഈ ഗൗതമി ഉണ്ടായിരിക്കുന്നത്. കൃപിയും കൃപരും ഉണ്ടായത്. കൃപര് ഇവിടെ കുലഗുരുവാണ്, ഈ പാണ്ഡവരുടെ കുലഗുരുവാണ് കൃപര്. അപ്പോൾ ആ കൃപരുടെ സഹോദരിയാണ് ഈ കൃപി. ആ കൃപി ഗൗതമ കുലത്തിൽ ജനിച്ചുകൊണ്ട് ഗൗതമി എന്ന് പേര്. ആ ഗൗതമി അസ്യ, ഈ അശ്വത്ഥാമാവിൻ്റെ ജനനി, അമ്മയാണ്. മൃതവത്സ, അങ്ങനെ മരിച്ചുപോയ ഒരു ഉണ്ണി ഉള്ള ഒരു അമ്മയ്ക്കൊരു മകനുണ്ടായിരുന്നു. ആ മകൻ മരിച്ചു വെച്ചാൽ മൃതവത്സ എന്ന ഭാവമാണ് പറയുക. അപ്പോൾ അങ്ങനെ മൃതവത്സ ആയിട്ടുള്ളൊരു ഭാവത്തെ അർജുന അങ്ങായിട്ടുണ്ടാക്കരുത്. അസ്യ ജനനി മൃതവത്സ,
മാത്രമല്ല അങ്ങനെ മൃതവലസ ആയിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ആർത്ത, വല്ലാണ്ട് ദുഃഖിക്കുന്ന ഭാവത്തിലെത്തും. അങ്ങനെ ദുഃഖം ഉണ്ടായാൽ അശ്രുമുഖി, കരയും. അങ്ങനെ ആ കണ്ണുനീര് ഈ കൃപിയുടെ കണ്ണിൽ നിന്നും പുറത്തേക്ക് വന്നു അങ്ങ് കാരണം കൊണ്ടുവച്ചാൽ ആ ഒഴുക്കില് അങ്ങയുടെ കുലത്തെ മുഴുവൻ സമുദ്രത്തിലേക്ക് എത്തിക്കും, സംസാര സമുദ്രത്തിലേക്ക് എത്തിക്കും, മഹാപാപം നരകത്തിലേക്ക് എത്തിക്കും. അത്ര വലിയ ഒഴുക്കാണ് ആ കണ്ണുനീരിനുണ്ടാവുക. ഒരു തുള്ളി മതി, ആ ഒരു തുള്ളിയിൽ അങ്ങയുടെ കുലം മുഴുവൻ നശിക്കും. അപ്പം അതുകൊണ്ട് ഈ ആർത്തയായിട്ടുള്ള അശ്രുമുഖിയായിട്ടുള്ള ആ കൃപിയെ കാണാൻ എനിക്ക് താല്പര്യമില്ല. അശ്രുമുഖി അഹം മുഹു യഥാ രോദസി യഥാ രോദിമി, ഞാൻ എങ്ങനെ വീണ്ടും കരയുന്നുവോ, അഹം ഞാൻ, പാഞ്ചാലി, മുഹു വീണ്ടും, യഥാ എങ്ങനെയാണ്, രോദിമി കരയുന്നുവോ, തഥാ മാ രോദീത് അങ്ങനെ ഒരിക്കലും ആ കൃപി കരയരുത്. മാ രോദീത് അസ്യ, മാ രോദീത് അസ്യ, മാ രോദീത് ഞാൻ, എനിക്ക് എൻ്റേതായിട്ടുള്ള ചില ധാർമ്മിക ബോധത്തെ കൊണ്ട് ഞാൻ പറയാണ്. മാ രോദീത് അസ്യ, ആ അമ്മ ഒരിക്കലും കരയാൻ പാടില്ല. ഏതമ്മ? ഈ അശ്വത്ഥാമാവിൻ്റെ അമ്മ കരയാൻ പാടില്ല. മാ രോദീത് ഒരിക്കലും കരയാൻ പാടില്ല. അസ്യ ജനനി, അശ്വത്ഥാമാവിൻ്റെ അമ്മ ഗൗതമി, കൃപി ആയിട്ടുള്ള ഈ ഗൗതമി, ഗൗതമകുലത്തിൽ ജനിച്ചായിട്ടുള്ള ഈ കൃപി, ദ്രോണരുടെ പത്നി അശ്വത്ഥാമാവിൻ്റെ അമ്മ ഒരിക്കലും കരയരുത്. കാരണം പതിദേവത, പാതിവ്രത്യമുണ്ട്, പതിയെ ഈശ്വരനായിട്ട് കണ്ടയാളാണ്. അപ്പോൾ ആ അമ്മയ്ക്ക് ഒരിക്കലും തൻ്റെ മകൻ നഷ്ടമാവാൻ പാടില്ല, കരയാൻ പാടില്ല. യഥാ അഹം എപ്രകാരത്തിലാണോ ഞാൻ, മൃതവത്സ ആർത്ത പുത്രനെ നഷ്ടപ്പെട്ട് ഞാൻ മരിക്കുന്നത്, പുത്രനെ നഷ്ടപ്പെട്ട് ഞാൻ എങ്ങനെയാണോ കരയുന്നത് അതേപോലെ. യഥാ അഹം മൃതവത്സ ആർത്ത, ഞാൻ എപ്രകാരത്തിലാണോ ഈ പുത്രനെ നഷ്ടപ്പെട്ടപ്പോൾ കരഞ്ഞത്, ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇനിയും കരയുന്നത്, അതേപോലെ ആർത്ത ഭാവത്തിൽ ദുഃഖിച്ച് ഈ രോദിമി ഇങ്ങനെ കരയാൻ പാടില്ല. രോദിമി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ അശ്രുമുഖി കണ്ണുനീര് ഉള്ളതായിട്ടുള്ള മുഖത്തോടു കൂടിയ, അശ്രുമുഖി കണ്ണുനീരുള്ള മുഖത്തോടു കൂടിയ, മുഹു വീണ്ടും 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 വീണ്ടും, മുഹു. അപ്പം അങ്ങനെ ഇനി സംഭവിക്കാൻ പാടില്ല. ഞാനിപ്പോഴും കരഞ്ഞുകൊണ്ടേ ഇരിക്കുക, അതേപോലെ ഈ കൃപി കരയാൻ പാടില്ല. ന്യായത്തെ പറഞ്ഞു. മാരോദീദസ്യ ജനനി, ഇനി ഒരിക്കലും ഇതേപോലെ ഈ അമ്മ കരയരുത്. ഗൗതമി ആരാ? ഗൗതമി കൃപി ഈ പതിദേവതയാണ്, അപ്പോൾ പാതിവ്രത്യമുണ്ട്. യഥാ അഹം മൃതവത്സ ആർത്ത, എപ്രകാരത്തിലാണോ ഞാൻ എൻ്റെ ഉണ്ണി മരിച്ചു കഴിഞ്ഞപ്പോൾ കരഞ്ഞത്, അതേപോലെ രോദിമി അശ്രുമുഖി മുഹു ഇങ്ങനെ കരഞ്ഞുകൊണ്ടുള്ള മുഖത്തോട് കൂടിയിട്ട് ഈ ഗൗതമി വരാൻ പാടില്ല. അതിന് അങ്ങ് കാരണക്കാരനാവാനും പാടില്ല. കാരണം അങ്ങ് എൻ്റെ ഭർത്താവാണ്, ഞാനും പാതിവ്രത്യമുള്ളയാളാ, ഗൗതമിയും പാതിവ്രത്യമുള്ള ആളാ. അപ്പോൾ ആ പത്നിയുടെ ഈ പതിവ്രതയുടെ ശാപം കൂടി നമ്മിലേക്ക് എത്തും. പുത്രദുഃഖം കൊണ്ടുണ്ടാവുന്ന ശാപം ബ്രഹ്മഹത്യാപാപാണ്. അതേപോലെ പതിവ്രതയ്ക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഗൗരവമുണ്ട്. ആ പതിവ്രതയുടെ ശാപവും നമുക്ക് താങ്ങാൻ പറ്റില്ല, ഗുരുവിൻ്റെ ശാപം താങ്ങാൻ പറ്റില്ല, ബ്രാഹ്മണന്റെ ശാപം നമുക്ക് താങ്ങാൻ പറ്റില്ല, മിത്രത്തിൻ്റെ ശാപം താങ്ങാൻ പറ്റില്ല. അനവധിയാണ്. ഒരു കാരണവശാലും ഈ അശ്വത്ഥാമാവിനെ ഇങ്ങനെ കെട്ടിക്കൊണ്ടുവരരുത്, വധിക്കരുത്, നിന്ദിക്കരുത്. പൂജിക്കുകയാണ് വേണ്ടത്. മുച്ചിതാമേഷ, രഥത്തിന് കെട്ടയച്ച് വിടും. മാരോദീദസ്യ ജനനീ ഗൗതമീ പതിദേവത യഥാഹം മൃതവത്സാർത്താരോദിമ്യ അശ്രുമുഖി മുഹു. ഇങ്ങനെ പാഞ്ചാലി നിയമത്തെ വളരെ നന്നായിട്ട് തന്നെ അർജുനനോട് പറഞ്ഞു. എന്നിട്ട് കെട്ടഴിക്കൂ എന്ന് പറഞ്ഞു. 43, 44, 45, 46, 47 ഇപ്പോൾ 5 ശ്ലോകങ്ങൾ പറഞ്ഞു. 19ാമത്തെ ഭാഗമായിട്ട് പ്രഥമ സ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിൽ നാരായണ 19ാം ഭാഗം.